بضالين به من أحد إلا بإذن الله ويتعلمون ما يضرهم ولا ينفعهم ولقد علموا لمن اشتراه ما له في الآخرة من خلاق ولبئس ما شروا به أنفسهم لو كانوا يعلمون. ഇതേപോലുള്ള ഭാഗം കഴിഞ്ഞു പോയിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള റസൂൽ വീട്ടിലേക്ക് വന്നപ്പോൾ ആ റസൂലിന്റെ പ്രത്യേകത അവരെടുക്കലുള്ള ഒന്നിനെ സത്യമാക്കുന്ന വാസ്തവമാക്കുന്ന രീതിയിലാണ് ആ പ്രവാചകർ കടന്നു വരുന്നത്. എന്ന് പറഞ്ഞാൽ അവരെ മുസനബിയെയും ഇസാനബിയൊക്കെ വിശ്വസിക്കുന്ന ആ തൗറാത്ത് സംബന്ധിച്ചും ഇന്ത്യയെ സംബന്ധിച്ചൊക്കെ പറയുന്ന ഒരു നബിയാണവരിലേക്ക് കടക്കാൻ പറ്റില്ല. അങ്ങനെ വന്നപ്പോ ആ കിതാബ് നൽകപ്പെട്ട അവരെ വലിച്ചെടുത്ത് എന്തിനെ അവർക്ക് നൽകപ്പെട്ട കിതാബിനെ പിറകിലേക്ക് വലിച്ചെറിഞ്ഞു. അസൂയയാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർക്ക് നൽകപ്പെട്ട കിതാബിനെ പോലും അവർ തള്ളിക്കളയാണ്. കാരണം ഈ തന്നെ വന്നുകൊണ്ട് ആ കിതാബിനെ കുറിച്ച് പറഞ്ഞപ്പോ ആ തൗറാത്തിനെ പോലും സത്യമാക്കുന്ന വർത്തമാനങ്ങൾ പറഞ്ഞപ്പോ അവരെ കിതാബിനെ പോലും അവർ വലിച്ചെറിയാണ്. അത് തള്ളിക്കളയാണ്. അവരൊന്നും അറിയാത്തതുപോലെ നടിക്കണം. ആ പ്രവാചകനെയോ ആ കിതാബിനെയോ ഇതുവരെയും അവര് പറഞ്ഞു പോന്ന് വിശ്വസിച്ചു പോന്നു. പക്ഷെ വന്നപ്പോ ഞങ്ങളുടെ കൂട്ടത്തിലല്ലേ വന്നത് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അവരത് അറിയാത്തതുപോലെ നടിക്കുക. വ്യക്തമായി അവർക്ക് അറിവുണ്ടായിട്ടും അറിവില്ലാത്തതുപോലെ നടിച്ച് ഇതിനൊക്കെ തള്ളിപ്പറയുന്ന അവസ്ഥയാണ് ഈ ജൂതർക്കൊക്കെ ഉണ്ടായിട്ടുള്ളത്. പല തവണകളായി ഇതേ ആശയം തന്നെ ഖുർആൻ ആവർത്തിക്കുന്നു. കാരണം അത്ര കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസവിക്കപ്പെടുന്ന രാത്രിയിൽ ഉണ്ടാവാൻ പോകുന്ന കാര്യങ്ങൾ പോലും അവർക്കറിയായില്ല. ആ രാത്രിയിൽ പല സംഭവങ്ങളും സംഭവിച്ചിട്ടുണ്ട്. ആ രാത്രിയിലും പകലിലുമായി നടന്ന അത്ഭുതങ്ങൾ, അതാണ് ശരിക്കും മൗലിദ്. മൗലൂദ് പറയുന്ന സാധനം മൗലിദ്. ആ ജന്മസമയത്തുണ്ടായ പല അത്ഭുതങ്ങളും അതാണല്ലേ മൗലിദിന്റെ കിതാബിൽ നമ്മൾ പറയുന്നത്. സംഭവങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ള വിഷയങ്ങൾ അതിൽ ധാരാളമായി പറയുന്നത്. അതുകൊണ്ടാണ് അതിന് മൗലിദ് എന്നുള്ള പേര് തന്നെ കടന്നു വരുന്നത്. അന്നത്തെ രാത്രിയിലും പകലുമായി നടന്ന അത്ഭുത സംഭവങ്ങൾ തഫ്സീറുകൾ ഇഷ്ടംപോലെ. മൗലിദിൽ നമ്മൾ മഖ്ബൂസ് മൗലിദിൽ വായിക്കുന്ന അതേപോലെ ദുറുൽ മൻതൂർ ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തഫ്സീറിൽ കാണാൻ കഴിയും. മഖ്ബൂസ് മൗലിദിന്റെ പ്രസിദ്ധ ഹദീസ് ഷറഫലനാമിന്റെ പ്രസിദ്ധ ഹദീസിന്റെ പല ഭാഗങ്ങളും അത് അപ്പടി അത് തഫ്സീറിൽ നേരെ എടുത്തു വെച്ചത് അന്നത്തെ രാത്രിയിൽ സംഭവിച്ചത് ഇവർക്കറിയാമായിരുന്നു. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് അതിലൊരാൾ ഈ നക്ഷത്രം കണ്ടുകൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കാൻ പോകുന്ന രാവിലെയുള്ള ആ നക്ഷത്രം അത് ഉദിച്ചത് കണ്ടപ്പോ ഇവരാളെ പറഞ്ഞയക്കുന്നുണ്ട്. ഓരോ വീട്ടിലും ജൂതന്മാരാളെ പറഞ്ഞയക്കുന്നുണ്ട്. പിന്നെ ഒരാൾ കുട്ടികൾ ഉണ്ടായിട്ടുണ്ടോ, ഇന്നത്തെ രാവിലെ കുട്ടികൾ ഉണ്ടായിട്ടുണ്ടോ, ഏത് വീട്ടിലാണ് ഉണ്ടായത് എന്നുള്ളത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. കാരണം ആ സത്യപ്രവാചകൻ ജനിക്കുന്ന രാവിലെ ഉദിക്കുന്ന ഒരു നക്ഷത്രമുണ്ട്. ആ നക്ഷത്രത്തെ കുറിച്ച് അവർക്ക് അറിയാമായിരുന്നു. ചിലരൊക്കെ മുഗ്നികളായിട്ടുണ്ട്. ആ ജൂതന്മാരുടെ കൂട്ടത്തിൽ നിന്ന് വളരെ കുറഞ്ഞ വിഭാഗം ആളുകൾ ഈ അത്ഭുതങ്ങൾ കണ്ടവരിൽ വളരെ കുറഞ്ഞവയെ ദീനിലേക്ക് പിൽക്കാലത്ത് കടന്നു വരുന്നുണ്ട്. അപ്പോ ഈ വലമ്മാജാതം റസൂലും ഇല്ല എന്ന് പറയുന്നത് അവരിലേക്ക് റസൂല് വന്നപ്പോൾ എന്ന് പറയുന്ന ഭാഗം ആ റസൂലിന്റെ എല്ലാ ഗുണങ്ങളും പ്രത്യേകിച്ച് 40 വയസ്സ് മുതൽക്കല്ലല്ലോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ അവിടെയൊക്കെ ആ ധാരണകൾ തിരുത്തണം.
ആദ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാം ത്രീനായിരിക്കെ ഞാൻ നബിയായി നിയമിക്കപ്പെട്ടു എന്നുള്ളതാണ് ഹദീസ്. വിശാലമായ അർത്ഥങ്ങളുണ്ട്. ചിലതൊന്നും നമുക്ക് മനസ്സിലാവില്ല എന്നുള്ളത് തന്നെ വെക്കണം. ഹദീസായിട്ട് അങ്ങനെ കൃത്യമായിട്ട് സ്വീകരിക്കണം. ആ ജനിക്കുന്ന രാവിൽ പോലും ആ കിടക്കിടക്ക് പറയുന്ന ഒരു വാക്യാണ് അഭിനവും കണ്ട ആ വെളിച്ചത്തിന്റെ കാര്യം. അന്നകലെ ആ ഇസ്രയേലിന്റെയും ഫൈസലിന്റെയും ഒക്കെ അവരുടെ ആ സിംഹാസനങ്ങൾ പോലും, ഷാമിലുള്ള ആ സിംഹാസനങ്ങൾ പോലും, കെട്ടിടങ്ങൾ പോലും ആ വെളിച്ചത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് അഭിനവ പറയാം. പല നക്ഷത്രങ്ങളും ഇങ്ങനെ താഴേക്ക് വന്നു നിൽക്കുകയല്ലേ. പരിചാരികയായ പിൽക്കാലത്തുള്ള വലിയ സ്വഹാബി വനിത അവർ പറയുന്നുണ്ട്, ഞാനാണ് ആബിനെ ഉമ്മയോട് പ്രസവെടുക്കാൻ വേണ്ടി വന്നിരുന്നത്. ഈ നക്ഷത്രങ്ങൾ അങ്ങനെ താഴേക്ക് ഇങ്ങനെ അതിങ്ങനെ നിൽക്കുന്നതായിട്ട് കണ്ട് അത് അവസാനം വീടിന്റെ പൊള്ളിക്കേറ്റ് ചാടുമെന്നുള്ളത് പേടിച്ചിരുന്നു എന്നൊക്കെ പറയും. അത്ഭുതമാണല്ലോ. അപ്പൊ ഇങ്ങനെ ഇത്രമേ ഈ രാവിലെ കുറിച്ചും ഈ രാവിലെ ഉണ്ടാകുന്ന സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് പോലും അവർക്ക് വ്യക്തമായി അറിയാമായിരുന്നു. ആർക്കറിയില്ല. മക്കയിലെ ജാഹലികളായ നബിതങ്ങളുടെ കുടുംബക്കാരിൽപ്പെട്ട അവർക്കറിയില്ല. അവർ നൂറ്റിരിക്കുന്ന കിതാബ് നൽകപ്പെട്ട ആളുകളായിരുന്നില്ല. മറ്റുള്ളവർക്ക് അതറിയായിരുന്നു. അതുകൊണ്ടാണ് അന്വേഷിച്ച് നടന്നതും ഇങ്ങനെ കുട്ടി ജനിച്ചിട്ടുണ്ടെന്നുള്ള വിവരം കിട്ടുന്നുണ്ട്. അങ്ങനെ ആ വിവരം കിട്ടിയപ്പോഴാണ് പല ദൂതന്മാരും വലിയ അറിയുന്ന കുറച്ചൊക്കെ അതിൽ ആത്മാർത്ഥമുള്ള ആൾക്കാർ പറഞ്ഞത് ഈ കുട്ടിയാണ് ആ പ്രവാചകൻ എന്നും ഇവരെ കീഴിലാണ് ഇതെല്ലാം വരാൻ പോകുന്നത് എന്നും ഇങ്ങനെ പറഞ്ഞു കൊടുത്തു എന്നുള്ളതാണ് ചരിത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ആ ഒരു വൈരാഗ്യവും വിദ്വേഷവും ഒരൊറ്റ കാരണം, അതുകൊണ്ട് അവരടുത്തുള്ള കിതാബ് പോലും വലിച്ചെറിയുന്ന അവസ്ഥയാണ് അവർക്കുണ്ടായിട്ടുള്ളത്. അവർ ചെയ്ത മറ്റൊരു വിഷയം കൂടെയാണ് ഇത്. ഹബീബായ നബിയെ മാത്രമല്ല, പല പ്രവാചകന്മാരെയും അവർക്കെതിരെ കള്ളത്തരം പറയാനുള്ള സ്വഭാവം അവർക്കുണ്ടായിരുന്നു. 101-ാമത്തെ സൂറത്തുൽ ബഖറയിലെ 102-ാമത്തെ ആയത്ത് അതൊരു വിശദമായി പഠിക്കേണ്ട ഒരു ആയത്താണ്. നമുക്ക് ചെറിയൊരു ഭാഗം മാത്രം പറയാം. എന്താ സംഭവം? സിഹറുമായി ബന്ധപ്പെട്ട് പറയുന്ന, അഭിചാരങ്ങളുമായി ബന്ധപ്പെട്ട് പറയുന്ന ഖുർആനിലെ ഒരു പ്രധാനപ്പെട്ട ആയത്താണ് 102-ാമത്തെ ആയത്ത്. സിഹറിൽ നിന്നും സിഹർ ഏൽക്കുമെന്ന് നമുക്ക് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പോലും സിഹർ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതും സ്ഥിരപ്പെട്ട കാര്യമാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് സൂറത്തുൽ ഫലഖും സൂറത്തുൽ നാസ് ഇറങ്ങുന്നത്. ഖുർആനിലെ ഏറ്റവും അവസാനമായി കിതാബിൽ നമ്മൾ അവസാനം കാണുന്ന ഫലഖുൻ നാസ്. ലബീദ് എന്ന് പറയുന്ന ജൂതനായിരുന്നല്ലോ ആ സിഹർ ചെയ്തിരിക്കുന്നത്. ഇവിടെ എന്താ വിഷയം?